ഹരിച്ചേട്ടാ നമസ്കാരം. നമസ്തേ. ചേട്ടാ, ഈ ബി.ജെ.പി ഈ ക്രിസ്മസ് കാലത്ത് കേക്കുമായിട്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ വീടുകളിൽ പോവുകയാണ്. ഒരു ക്രിസ്മസ് സ്നേഹയാത്ര എന്ന മട്ടിലാണത്. ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി, ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. വിശ്വന്തുപുരുഷത്ത് അതെ, ഒരു സ്കൂളിൽ ചില ഒരു ചെറിയ സ്ഥലങ്ങളില്. പ്രശ്നം ഉണ്ടാക്കി. അതുപോലെ അവിടെ പാലക്കാട് ജില്ലയിൽ തന്നെ തത്തമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുൽക്കൂട് ആരോ കത്തിച്ചു. അതാരാണെന്ന് വ്യക്തമല്ല. അത് ഈ പറഞ്ഞ കണക്ക് വിശ്വന്തുപുരുഷത്തിൻ്റെ തലയിൽ വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ ബി.ജെ.പിയുടെ ഈ രാഷ്ട്രീയ നീക്കം കേരളത്തിൽ എന്തെങ്കിലും ചലനമുണ്ടാക്കുമോ? പ്രത്യേകിച്ചും വഖഫ് വിഷയത്തിൽ മുനമ്പം നിവാസികൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു കാലമാണ്. ആ കാലത്ത് കേരളത്തിലെമ്പാടും ഇങ്ങനൊരു സന്ദേശം, ക്രിസ്മസ് സന്ദേശവുമായിട്ട്, കേക്കുമായിട്ട് ക്രിസ്ത്യാനികളുടെ വീട്ടിൽ ബി.ജെ.പി പ്രവർത്തകരും നേതാക്കളും പോകുന്നു. അങ്ങ് എങ്ങനെ കാണുന്നു ഈ രാഷ്ട്രീയത്തെ? ഇതിനുള്ളിലെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ എങ്ങനെ കാണുന്നു? അത് ബി.ജെ.പിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമോ? പ്രശാന്ത് ഇപ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ക്രിസ്മസ് കാലത്ത് ചില്ലറ അസ്വാരസ്യങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു പുൽക്കൂടടുത്ത് പുൽക്കൂട് തകർത്തതായിട്ട് ഒരു ആരോപണം, മറ്റ് ചിലയിടത്ത് പിന്നെ കുട്ടികൾക്ക് നേരെ എന്തോ അവരെ കരോൾ തടയുന്നതായിട്ട്, ഗാനം. കരോൾ ഗാനം സംഘത്തെ തടയുന്നതായിട്ട്. പക്ഷെ അതേപോലെ തന്നെ പോലീസ് മറ്റൊരിടത്ത് പിന്നെ കരോൾ ഗാനം പാടുന്നതിന് അനുമതി കൊടുത്തില്ല എന്ന് പറഞ്ഞ് മറ്റൊരു, അതായത് സുരേഷ് ഗോപി ഇടപെട്ടിട്ട് പോലും പോലീസ് ഇക്കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച കൊടുത്തില്ല എന്നും മറ്റൊരു ആരോപണമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് പൊതുവേ അത്തരം ചില്ലറ സംഭവങ്ങളൊക്കെ ഇപ്പൊ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുകയാണെങ്കിലും രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമൊക്കെ ഉണ്ടാവും. കേരളത്തിലെ പല തിരുവിതാംകൂറിലെയൊക്കെ പല ക്ഷേത്രങ്ങളിലും ഉത്സവവുമായി അനുബന്ധിച്ച് പലപ്പോഴും പിന്നെ ചെറിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതൊക്കെ മാറ്റിയാൽ പൊതുവെ എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യൻ സമൂഹവും ബി.ജെ.പിയും തമ്മിൽ പണ്ടുണ്ടായിരുന്ന അകൽച്ച വളരെയധികം മാറിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് രാഷ്ട്രീയമായിട്ട് കുറച്ചെങ്കിലും പ്രതിഫലിച്ചത് കൊണ്ടാണല്ലോ സുരേഷ് ഗോപിക്ക് ഇത്ര വലിയൊരു വിജയം തൃശ്ശൂർ ഉണ്ടായത്. അതായത് ഒല്ലൂര്, ഇരിങ്ങാലക്കുട തുടങ്ങിയ ഭാഗങ്ങളിൽ, തൃശ്ശൂർ ടൗണിലും ഒക്കെ തന്നെ ക്രിസ്ത്യൻ വോട്ട് ഒരു പരിധിവരെ ബി.ജെ.പിക്ക് കിട്ടിയതായിട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ പ്രശാന്ത് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതായത് ഒരു സമുദായത്തിന് പല ആ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞ പല ഘടകങ്ങളാണ്. ഒന്ന്, സാമൂഹിക പിന്നെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഓരോ സമുദായങ്ങൾക്കുണ്ട്. രണ്ടാമത്തേത് സാമ്പത്തിക മേഖലയിലുള്ള താല്പര്യങ്ങളുണ്ട്. പിന്നെ മൂന്നാമത്തേത് മതപരമായ താല്പര്യങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വിലയിരുത്തലിൽ സാമൂഹിക രാഷ്ട്രീയ താല്പര്യങ്ങളിലും സാമ്പത്തിക മേഖലയിലെ താല്പര്യങ്ങളിലും ബി.ജെ.പിയും സംഘപരിവാറും ക്രിസ്ത്യാനികളുമായിട്ട് സംഘർഷത്തിനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം ഒരു വലതുപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ ബി.ജെ.പി പിന്തുടരുന്ന സാമ്പത്തിക നയങ്ങൾ, അല്ലെങ്കിൽ സാമൂഹിക വിഷയങ്ങളിലാണെങ്കിലും, പ്രത്യേകിച്ച് കേരളത്തിലെ സവർണ ക്രിസ്ത്യാനികൾ വർഷങ്ങളായിട്ട് കേരളത്തിലെ സവർണ ഹിന്ദുക്കളുമായിട്ട് ഒരുമിച്ച് നിന്ന് വോട്ട് ചെയ്ത പാരമ്പര്യമാണുള്ളത്. അവർക്കൊന്നും ആ ഒരു വിഷയത്തിൽ യാതൊരു അകൽച്ചയും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അകൽച്ച ഉള്ള ചില വിഷയങ്ങളുണ്ട്. അത് ഒന്ന് മതപരമായ വിഷയങ്ങളാണ്. അത് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കത്തോലിക്ക സഭയോ അല്ലെങ്കിൽ തന്നെ സീറോ മലബാർ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വിഭാഗം ആയിട്ടല്ല. ഈ അഭിപ്രായ വ്യത്യാസം പലപ്പോഴും വന്നിട്ടുള്ളത് ഇവാഞ്ചലിക്കൽ മിഷനറീസുമായിട്ട്, അതായത് മതപരിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ ചില പെന്തക്കോസ്ത് സഭകളുമായിട്ട് ബന്ധപ്പെട്ട്, ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങളിലാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങളും ചില്ലറ സംഘർഷങ്ങളും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് തന്നെ ഒരിക്കലും ഒരു നിലവിട്ട സംഘർഷമായിട്ട് പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് ഈ വിഷയത്തിൽ. അപ്പോൾ തന്നെ ബി.ജെ.പിയുടെ ഈ ഒരു ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്റീച്ച് പ്രോഗ്രാം എന്ന് പറയും. ആ ഔട്ട്റീച്ച് പ്രോഗ്രാം എൻ്റെ നോട്ടത്തിൽ അത് ഒരു പരാജയമൊന്നുമല്ല. പക്ഷെ അത് എത്രത്തോളം വിജയിക്കുന്നു എന്നുള്ളത് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബി.ജെ.പി നേതാക്കന്മാർക്ക് ക്രിസ്ത്യാനികളുമായിട്ട് എത്രമാത്രം അടുപ്പമുണ്ടെന്നും അവരുടെ ഒരു ആവശ്യങ്ങളെയോട് എങ്ങനെ പ്രതികരിക്കാൻ കഴിയുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. എന്നിരുന്നാലും അത് ബി.ജെ.പിക്ക് പൊതുവിൽ സ്വാഗതാർഹമായ ഒരു പ്രതികരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങിപ്പോൾ പറഞ്ഞല്ലോ, ഇവാഞ്ചലിക്കൽ മിഷണറീസും
പ്രൊട്ടസ്റ്റൻസ് പെന്തക്കോസ്ത സഭകളുമായിട്ട് ബി ജെ പിക്ക് അവിടെ ചില എന്താ പറയുക ഒരു വിടവുണ്ട്, അല്ലെങ്കിൽ ഒരു അകൽച്ചയുണ്ട് എന്നങ്ങ് പറഞ്ഞു. വാസ്തവത്തിൽ അതെ അതിന് അതെ കാരണം ഈ മതപരിവർത്തന ശ്രമങ്ങളല്ലേ? അവർ ഈ ഹിന്ദുക്കളിലെ ചില വിഭാഗങ്ങളെ ചില വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് മതം മാറ്റിക്കൊണ്ട് പോകുന്നു എന്നുള്ളതല്ലേ വാസ്തവത്തിൽ അവിടുത്തെ ആ വിടവിന് കാര്യം. അതേസമയം ഈ വളരെ എന്താ പറയുക പ്രഖ്യാപിതമായ സഭകളുമായിട്ട് അത്തരത്തിലൊരു പ്രശ്നമില്ല. കാരണം അവർ അങ്ങനെ മതപരിവർത്തനം നടത്തുന്നതായിട്ട് നമുക്കിന്ന് അറിവൊന്നുമില്ല. പണ്ടൊക്കെ ചെയ്തിരുന്നിരിക്കാം, പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സഭകൾ നേരിട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് സഭകളുമായിട്ട് ബി ജെ പിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതല്ലേ സത്യത്തിൽ ഈ കാര്യത്തിൽ നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്? അത് പ്രശാന്ത് പറഞ്ഞത് ശരിയാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇന്ന് കത്തോലിക്ക സഭ ആ മതപരിവർത്തനത്തിലുള്ള ഒരു വലിയ ഊന്നലൊന്നും ഇന്ന് കത്തോലിക്ക സഭയ്ക്കില്ല. പോപ്പ് പോലും ആ ഒരു വിഷയത്തിൽ നിന്ന് പഴയ സഭകളുടെ നിലപാടിൽ നിന്ന് ഒരുപാട് വ്യത്യാസപ്പെട്ട് കഴിഞ്ഞു. അപ്പോ പിന്നീട് ഉള്ളതെന്ന് പറയുന്നത് ഈ പറയുന്ന ചെറിയ ചെറിയ ചില സഭകളുണ്ട്. അതായത് ഇപ്പം നമ്മൾ പിന്നെ പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാം, അത് പെന്തക്കോസ്ത് സഭ എന്ന് പറയുന്നതൊക്കെ അതൊക്കെ ചെറിയ ചെറിയ കൂട്ടായ്മകളാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അതിലെ വ്യക്തികളുടെ നിലനിൽപ്പ്, അല്ലെങ്കിൽ വ്യക്തികൾക്ക് വിദേശത്തു നിന്നുള്ള ഫണ്ട് കിട്ടുക എന്നുള്ളത്, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ മതപരിവർത്തനത്തിന്. അപ്പൊ അവിടെ വേറൊരു വിഷയമുള്ളത്, ഈ പരിവർത്തനം ചെയ്യപ്പെടാൻ പറ്റുന്ന ചില വിഭാഗങ്ങൾക്കിടയിലാണല്ലോ ചെല്ലാൻ പറ്റുന്നത്. മറ്റു ചിലയിടത്തോട്ട്, ഇപ്പൊ ഉദാഹരണത്തിന് മുസ്ലിം സമുദായം വസിക്കുന്ന ഒരു സ്ഥലത്തോട്ട് അവർ ചെന്നിട്ടുണ്ടെങ്കിൽ അവർ ഇവിടെ നേരിടുന്നത് ചിലപ്പോൾ ഒരു തെറിവിളിയായിരിക്കാം, മറ്റിടത്ത് നേരിടുന്നത് ചിലപ്പോൾ അവരുടെ അംഗവൈകല്യം സംഭവിച്ചെന്നിരിക്കാം. അപ്പൊ എൻ്റെ ഒരു ഊഹത്തിൽ ആ ഒരു മേഖലയിൽ സംഘർഷങ്ങൾ വരുന്നത് അത് സഭയുടെ അതായത് പിന്നെ ക്രിസ്തീയ സഭകൾ, വലിയ സഭകളുടെ ഒന്നും താല്പര്യമല്ല, അത് ചില വ്യക്തികളുടെ പ്രവർത്തനത്തിന്റെ പ്രതിസന്ധിയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഞാൻ കാണുന്നത്, ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉള്ളിലും വിവിധ സമുദായങ്ങളുമായിട്ട് ഇടപെട്ട് അവരുടെ ചിന്ത മനസ്സിലാക്കുകയും അവരെ എങ്ങനെ അവരുമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യണമെന്നുള്ള അവരുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെ അത് പരിഹരിക്കാനുമുള്ള ഒരു തരത്തിലുള്ള ഒരു നേതൃത്വം ബി ജെ പിക്കും ആവശ്യമാണ്. പിന്നെ സഭകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവർ കോൺഗ്രസുമായിട്ട് ഇടപെട്ടതുപോലെ ബി ജെ പിയുമായിട്ട് ഇടപെടാൻ പറ്റില്ല. അത് സഭകളും മനസ്സിലാക്കണം. കാരണം കത്തോലിക്ക സഭ വലിയ ഒരു അച്ചടക്കമുള്ള, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന് കേഡർ സ്വഭാവം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെയുള്ള ഒരു വിഭാഗമാണ് സംഘപരിവാർ. അപ്പോ ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ഇന്ററാക്ഷൻ, അതായത് അവർ പരസ്പരം ബന്ധപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും സഭയും വളരെ കൃത്യമായ നിലപാടുകളോടുകൂടി ബി ജെ പിയോ ആർ എസ് എസിനെയും മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകണം. പിന്നെ വേറൊരു വിഷയമുണ്ട്, പ്രശാന്തിന് ചോദിക്കാൻ വന്ന കാര്യം, ഈ സഭകൾക്ക് പലതിനും, ഈ പെന്തക്കോസ്ത അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ മിഷണറീസിന് പലർക്കും വിദേശത്തുനിന്ന് പണം വരുന്നുണ്ട്. അത് മോദി സർക്കാർ വന്നതോടുകൂടി വലിയ തോതിൽ അതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തി. പഴയതുപോലെ അങ്ങനെ പണം വരുന്നില്ല. ഇത് ഇവർക്ക് വാസ്തവത്തിൽ ബി ജെ പിയോട് ഒരു അകൽച്ച കൂടാനല്ലേ സഹായിച്ചിട്ടുള്ളൂ. ഇത് ഈ പറഞ്ഞതുപോലെ ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പരിപൂർണമായ പിന്തുണ നേടിയെടുക്കാൻ ബി ജെ പിക്ക് ഒരു തടസ്സം വാസ്തവത്തിൽ ഇതല്ലേ സൃഷ്ടിച്ചത്? തീർച്ചയായിട്ടും പ്രശാന്ത് പറഞ്ഞ പോലെ എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം ഈ ലോകത്തിൽ പണമാണ്. പണത്തിന്റെ, അതായത് വിദേശത്തുനിന്ന് ഫണ്ട് വരുമ്പോൾ മുൻപ്, അതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസുമായിട്ട് എങ്ങനെ ഇടപെട്ടോ ആ രീതിയിൽ ഇടപെടാമെന്ന് ബി ജെ പിയുമായിട്ടോ ആർ എസ് എസുമായിട്ടോ ഇടപെടാം എന്ന് സഭകൾ ധരിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അത് നടക്കുമെന്ന്. ആ ആവശ്യം ഒരിക്കലും നടക്കില്ല. പക്ഷേ ഇന്നയത്തിന് വിദേശത്തുനിന്ന് ഫണ്ട് കൊണ്ടുവരും. ഇപ്പം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാവാം, അതുപോലെ മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കാവാം. ഇത് വ്യക്തമായ കണക്കുകളും കൃത്യമായ മാതൃകകളിലൂടെയും ബി ജെ പിയുമായിട്ട് ഇന്ററാക്ട് ചെയ്താൽ എനിക്ക് തോന്നുന്നു അക്കാര്യത്തിൽ വലിയൊരു തടസ്സം ഉണ്ടാകാനിടയില്ല. പക്ഷെ കോൺഗ്രസിന് കൈകാര്യം ചെയ്ത പോലെ ചില വ്യക്തികൾ, നേതാക്കന്മാരെ സ്വാധീനിച്ചുകൊണ്ട് സോൾവ് ചെയ്യാം എന്നാണ് സഭകൾ വിചാരിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു അവിടെ തെറ്റിപ്പോയി. ഈ കോൺഗ്രസിനോടുള്ള ഇന്ററാക്ഷനിൽ നിന്നും വ്യത്യസ്തമായ
ഒരു ഇൻട്രക്ഷൻ തന്നെ വേണം. ഇത് ഇക്കാര്യത്തിൽ സഭകളും തീരുമാനിക്കണം. പക്ഷെ തീർച്ചയായിട്ടും. സഭകളുമായിട്ട് മാറ്റി നിർത്തിയാൽ, ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കാം. സഭകൾ മാറ്റി നിർത്തിയാൽ ലേറ്റി എന്ന് പറയുന്ന സഭാംഗങ്ങൾ അവർക്ക് ബി ജെ പിയുമായിട്ട് ബന്ധപ്പെടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് പറയേണ്ട ഒരു വസ്തുതയുണ്ട്. കാരണം കേരളത്തിൽ ബി ജെ പിയും സഭകളും തമ്മിൽ ബന്ധപ്പെടുന്ന ഇന്നോ ഇന്നലെയാണ്. 2004 മൂവാറ്റുപുഴയിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി ആ. PC തോമസ് ജയിച്ച നാടാണിത്. അതെന്താണ് നിങ്ങൾ മറന്നു പോകുന്നത് എന്നാണ് എനിക്ക് ചോദിക്കുക. കാരണം കേരളത്തിൽ 40%-ലധികം ക്രിസ്ത്യൻ വോട്ടർമാരുള്ള ഒരു ലോക്സഭാ മണ്ഡലമായിരുന്നു മൂവാറ്റുപുഴ. ആ മൂവാറ്റുപുഴയിൽ നിന്നും NDA സ്ഥാനാർത്ഥിയായി ഇടത് വലത് മുന്നണികളെ തോൽപ്പിച്ച് NDA സ്ഥാനാർത്ഥിക്ക് ജയിക്കാമെങ്കിൽ പിന്നെ ക്രിസ്ത്യാനികളും സാധാരണ ക്രിസ്ത്യാനികളും BJPയും തമ്മിൽ, സംഘപരിവാരം തമ്മിൽ ബന്ധപ്പെടുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട. പക്ഷെ ദൗർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നു അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉൾക്കാഴ്ചയും വീക്ഷണമുള്ള BJP നേതാക്കന്മാരും ഇല്ലായിരുന്നു. ക്രിസ്ത്യൻ പാർട്ടികൾ, അതായത് കേരള കോൺഗ്രസിലും അത്തരം നേതാക്കന്മാരില്ല. അല്ല, PC തോമസ് ശരിക്കും NDAയിൽ തുടർന്നതെങ്കിൽ ഒരുപക്ഷെ ഇന്ന് കേന്ദ്രത്തിലെ ഏറ്റവും ശക്തനായ ഒരു ക്യാബിനറ്റ് മന്ത്രിയായി അദ്ദേഹം മാറുമായിരുന്നു. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. എന്ത് എന്തായാലും പറയുന്നത്? അങ്ങ് ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ വഴിത്തിരിവ് ഉണ്ടാകുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂനപക്ഷങ്ങളിൽ ക്രിസ്തീയ വിഭാഗം UDFനെയും കോൺഗ്രസിനെയും കൈവെടിഞ്ഞ് BJPയുടെ പാളയത്തിലേക്ക് പോകുന്നു എന്നൊരു ചർച്ച വളരെ സജീവമാണ് ഇപ്പോൾ കേരളത്തിൽ. ആ ചർച്ചയിലേക്ക് നിരവധി കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ അങ്ങയുടെ ഈ വാക്കുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ട് എങ്ങോട്ടാണ് പോകുന്നത്, അത് BJPക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ, കോൺഗ്രസിനെ പഴയതുപോലെ ശക്തിപ്പെടുത്തുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും അതിന് നമുക്ക് കാത്തിരിക്കാം. തീർച്ചയായിട്ടും. ഞാൻ ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് കത്തോലിക്കർക്ക് മുൻതൂക്കമുള്ള ഗോവ, ആ ഗോവയിൽ എത്രയോ നാളായിട്ട് BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് നടക്കുന്നത്. അതെ. അതുപോലെ ഈ നോർത്ത് ഈസ്റ്റിലും ചില പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അവിടെയും BJPയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ മുമ്പ് പറഞ്ഞ പോലെ ഇവാഞ്ചലിക്കൽ സഭകളാണ് അവിടെ. എന്നിട്ട് പോലും അവരും BJPയും തമ്മിൽ പല കാര്യത്തിനും ധാരണയെത്തിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഏറ്റവും ശക്തമായ BJPയുമായി ധാരണയുണ്ടാക്കാൻ പൊട്ടൻഷ്യലുള്ള സംസ്ഥാനമാണ് കേരളം. അത് രണ്ടു കൂട്ടർക്കും എനിക്ക് തോന്നുന്നു ഭാവിയിൽ പ്രയോജനപ്പെടും. ഇതാണ് എനിക്ക് തോന്നിയത്.